ദ പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ പത്രങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്തെല്ലാമാണ് വാർത്തകൾ, എങ്ങനെയാണ് അവ ചിത്രീകരിച്ചിരിക്കുന്നത്, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ദ പ്രസ് വിശകലനം ചെയ്യും. മാതൃഭൂമി, ഗൾഫ് മാധ്യമം, സിറാജ് പതിവ് പോലെ ഈ 3 പത്രങ്ങൾ തന്നെയാണ് ഇന്നും വിശകലനത്തിനായി എടുത്തിരിക്കുന്നത്. ഒന്നാം പേജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നാം പേജിലാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എല്ലാ കാലത്തും വരാറ്. 3 പത്രങ്ങളുടെയും ഒന്നാം പേജിൽ 3 വാർത്തകൾ ഉണ്ട്. അതിൽ ഒരെണ്ണം വളരെ കോമൺ ആണ്. അത് നിയമസഭയിൽ SIR-നെതിരെ നടത്തിയ 2 പത്രങ്ങളിൽ SIR-നെതിരെ നടത്തിയ, അതായത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ടുള്ള SIR-നെതിരെയുള്ള നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി എന്ന വാർത്തയാണ്. അത് ഏറ്റവും പ്രധാനത്തോടു കൂടി വേണ്ട സാർ, SIR എന്നതിനെ ഇംഗ്ലീഷിൽ എഴുതിക്കൊണ്ട് പെട്ടെന്ന് വേണമെങ്കിൽ വേണ്ട സാർ എന്നും വായിക്കാം, അല്ലെങ്കിൽ വേണ്ട SIR എന്ന രീതിയിൽ ഗൾഫ് മാധ്യമം നൽകിയിരിക്കുന്നു. തുടക്കം നിഷ്കളങ്കമല്ല, SIR-നെതിരെ ഒറ്റക്കെട്ട് എന്ന രീതിയിൽ വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ ഉള്ള നിയമസഭ ഒറ്റക്കെട്ടായി പ്രമേയം പാസ്സാക്കിയതിൻ്റെ വാർത്തയാണ് ഗൾഫ് മാധ്യമത്തിലും അതുപോലെ തന്നെ സിറാജിലും പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസമാണ് സഭയിൽ ഇത്തരത്തിലൊരു പ്രമേയം മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചത്. അതായത് ബീഹാറിൽ ആദ്യം തന്നെ SIR കൊണ്ടുവരികയും അവിടെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്തത് കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലേക്കാണ്. കേരളത്തിൽ അത് അധികം വൈകാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം അത് നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നതാണ് നിയമസഭയിലെ പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം എന്നതാണ് ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് അവതരിപ്പിക്കാനുണ്ടായ കാരണം. ആ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇത് ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള കേന്ദ്രത്തിൻ്റെ ശ്രമമാണ്, അതിൻ്റെ നീക്കമാണ് ഇത്, അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് എന്നാണ് അദ്ദേഹം പ്രമേയത്തോടു കൂടി പറഞ്ഞത്. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമ്പോൾ പലരും പൗരത്വം തെളിയിക്കാൻ സാധിക്കാതെ പോകുന്ന പലരും പൗരന്മാരല്ലാതായി മാറും. നമ്മൾ അസമിൽ അത് കണ്ടതാണ്. അസമിൽ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോഴാണ് ഒരുപാട് പേരെ പൗരന്മാരല്ലെന്ന് കണ്ടത്. ഈവൻ കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഒരു ക്യാപ്റ്റൻ അടക്കം, ഒരു സൈനികനടക്കം, മുതിർന്ന സൈനികനടക്കം ഇന്ത്യൻ പൗരനല്ല എന്ന് രേഖകൾ പ്രകാരം പുറന്തള്ളപ്പെടുകയും അച്ഛൻ്റെയും അമ്മയുടെയും ഗ്രാൻഡ് പാരൻസിൻ്റെയും എല്ലാം ബർത്ത് സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കിയാൽ മാത്രമേ പൗരത്വം തെളിയിക്കാനാകുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അങ്ങനെ അസമിലെല്ലാം കണ്ടത് ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുകയും പിന്നീടാണ് പൗരാവകാശ CAA വരികയും ചെയ്തത്. അപ്പോൾ അതിൻ്റേക്ക് കടക്കാനുള്ള മറ്റൊരു കുറുക്ക് വഴിയാണ്, അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് SIR ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അത് അത്ര നിഷ്കളങ്കമായി കാണാനാകില്ല എന്നാണ് പ്രമേയത്തിലൂടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. ഇതിനെ പ്രതിപക്ഷം ചില ഭേദഗതികളോടുകൂടി തന്നെ സ്വീകരിച്ചു. പ്രതിപക്ഷത്തിൻ്റെ ഭേദഗതികളിൽ ചിലത് സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. ആ പ്രമേയം അങ്ങനെ ഏകകണ്ഠമായി പാസ്സാക്കുകയായിരുന്നു ഇന്നലെ നിയമസഭയിലുണ്ടായത്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് സിറാജ് നിഷ്കളങ്കമല്ലെന്നും വേണ്ട SIR എന്ന് പറഞ്ഞുകൊണ്ട് ഗൾഫ് മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമി ഈ വാർത്ത ഉൾപേജിലാണ് നൽകിയിരിക്കുന്നുണ്ട്. മാതൃഭൂമിക്ക് ഏറ്റവും അത് ഉൾപേജിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെ നൽകിയിരുന്നത് ധനസ്ഥിതിയിൽ കൊമ്പുകോർത്ത ഇരുപക്ഷവും എന്ന വാർത്തയാണ് നിയമസഭയിൽ നിന്ന് ഇന്നലെ മാതൃഭൂമി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയത്. അതിലൊരു ചെറിയ കോളത്തിൽ മാത്രമാണ് SIR പിൻവലിക്കാൻ ഒറ്റക്കെട്ടായി പ്രമേയം എന്ന ഈ പ്രധാന വാർത്തയായി മറ്റു പത്രങ്ങൾ കണ്ടതിന് മാതൃഭൂമി ഒതുക്കിയിരിക്കുന്നത്. ഈ ധനസ്ഥിതിയിൽ കൊമ്പുകോർത്ത കാര്യം മാധ്യമമെല്ലാം ഉൾപേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ നൽകിയിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ ധനസ്ഥിതിയിൽ സംബന്ധിച്ച് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു. ആ പ്രമേയം ചർച്ച ചെയ്ത് വോട്ടിനിട്ട് തള്ളുകയുമാണ് ചെയ്തത്. അതായത് കേരളത്തിന് കേന്ദ്രം ഞെരുക്കുകയാണ് എന്നാണ് സർക്കാരിൻ്റെ വാദം. സർക്കാരിന് ഏറെക്കാലമായിട്ടുള്ള വാദം തന്നെയാണത്. വേണ്ട ഫണ്ടുകൾ കേന്ദ്രം നൽകുന്നില്ല, പണം പിടിച്ചു വച്ചിരിക്കുന്നു, GST വിഹിതത്തിൽ കിട്ടാനുള്ളത് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ കേരളം കേന്ദ്രത്തിനെതിരെ കഴിഞ്ഞ കുറേ കാലമായി ഉന്നയിക്കുന്നതാണ്. അപ്പോൾ അതിനെതിരെയാണ് കേരളത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് പ്രമേയം കൊണ്ടൊരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. മാത്യു കുഴൽനാടനാണ് ഇത് അവതരിപ്പിച്ചത്.
അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഭരണപക്ഷത്തെ അംഗങ്ങൾ പ്രതിരോധിച്ചു. അതായത് ഓണക്കാലത്ത് പോലും ശമ്പളമോ അല്ലെങ്കിൽ പെൻഷനോ ആരെങ്കിലും മുടങ്ങി എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് എന്തിനാണ് ഇത്രയും വേവലാതിപ്പെടുന്നത്? അത്രയും ബുദ്ധിമുട്ടിലിടയിലും കേരളം ഇതെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടല്ലോ എന്ന മറു ചോദ്യമാണ് ഭരണപക്ഷം ഉന്നയിച്ചത്. അതുപോലെ തന്നെ സ്വർണ്ണത്തിന് വൻതോതിൽ വില കൂടിയിട്ടും നികുതി വർദ്ധിച്ചില്ലെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. GSTക്ക് മുൻപ് നികുതി വരുമാനം 630 കോടിയായപ്പോൾ ഇപ്പോൾ 15,000 കോടിയെങ്കിലും കിട്ടണ്ടേ എന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. സ്വർണ്ണത്തിന് വില കൂടി എന്നതുകൊണ്ട് മാത്രം സ്വർണ്ണത്തിൻ്റെ കച്ചവടം എത്രത്തോളം നടന്നു എന്നതുകൂടി ഇതിൻ്റെ ഒരു അടിസ്ഥാനമായി കാണേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൂടി കണക്കാക്കുമ്പോഴല്ലേ എത്രത്തോളം നികുതി കേരളത്തിന് വന്നിട്ടുണ്ടാവണം എന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഏതായാലും ഇത്തരത്തിൽ പ്രതിസന്ധിയിലൊന്നും സംസ്ഥാനം നിലച്ചിട്ടില്ല. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായി ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആ പ്രതിസന്ധികളിലൊന്നും തന്നെ കേരളം നിലച്ചിട്ടില്ല എന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അപ്പം തന്നെ കേരളത്തിൻ്റെ കടം എത്രയാണെന്ന് മാത്യു കുഴൽനാടൻ വാദിച്ചു. അതിനെല്ലാം കൃത്യമായ മറുപടി ഭരണപക്ഷം നൽകുകയും അവസാനം വോട്ടിനിട്ട് ധനസ്ഥിതിയിൽ ഉള്ള അടിയന്തര പ്രമേയം തള്ളുകയായിരുന്നു. മാതൃഭൂമിയുടെ 1-ാം പേജിലെ വാർത്ത എടുക്കുകയാണെങ്കിൽ ശബരിമലയാണ്. ഇത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഉൾപേജിലായും മാതൃഭൂമി അത് ഫ്രണ്ട് പേജിലായും. ഒരു സർക്കാരിനെതിരെയുള്ള വിമർശനമായിട്ട്, ദേവസ്വം ബോർഡിനെതിരെയുള്ള വലിയൊരു വിമർശനമായിട്ട് തന്നെ ഇതിനെ കാണാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി ഉള്ള സർക്കാരുകൾക്കെതിരെയാണ്. ശബരിമലയിൽ വിലയേറിയ വസ്തുക്കളുടെ കണക്കെടുക്കും എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. അതായത് സ്വർണ്ണമടക്കമുള്ള അവയുടെ പട്ടിക തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ശബരിമലയിൽ ഭക്തർ നൽകുന്ന സ്വർണ്ണമടക്കമുള്ള അല്ലെങ്കിൽ വെള്ളി ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ, അയ്യപ്പന് കാണിക്കയായി നൽകുന്ന എല്ലാത്തിനും ഒരു മഹസർ തയ്യാറാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അതിന് സ്പോൺസർ ചെയ്തുകൊണ്ട് 1999 ശബരിമലയ്ക്ക് സ്വർണം പൂശിയത്. അത് വിജയ് മല്യയാണ് അന്ന് ചെയ്തത്. അപ്പോൾ അതെല്ലാം മഹസറിൽ, അതിൻ്റെ ചെലവുകളെല്ലാം തന്നെ മഹസറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ശബരിമലയിൽ ഇതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല, ഒരു കണക്കുമില്ല എന്നാണ് ദേവസ്വം വിജിലൻസ് കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിന്നും പരിശോധനയിലും കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഓഫീസർ ദേവസ്വം ബെഞ്ചിൽ, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് പരിശോധിച്ച കോടതിയാണ് ഇതിനൊരു കയ്യും കണക്കുമില്ല എന്ന കാര്യം വ്യക്തമാക്കുകയും ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത്. റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരനാണ് അന്വേഷണത്തിൻ്റെ ചുമതല. എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇത്രയധികം വീഴ്ച എന്നതാണ് ഏറ്റവും ഉയരുന്ന ചോദ്യം. ഗുരുതരമായ വീഴ്ചകളാണ് കോടതി അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുള്ളത്, കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ എന്നാണ് സർക്കാർ ചോദിക്കുന്നത്. കാരണം ഒരു സ്പോൺസർ ദ്വാരപാലകൻ്റെ പീഠം സ്വർണം പൂശാനായി കൊണ്ടുപോകുന്നു. അത് പൂശേണ്ട അടുത്ത് എത്തുന്നത് 1 മാസം കഴിഞ്ഞിട്ടാണ്. കൊണ്ടുപോകുമ്പോഴോ തിരിച്ചു വന്നപ്പോഴോ, കൊണ്ടുപോകുമ്പോൾ അളന്നുവെങ്കിലും തിരിച്ചു വന്നപ്പോൾ എത്ര കിലോ ഉണ്ടെന്ന് തൂക്കി നോക്കിയില്ല. തൂക്കി നോക്കിയാൽ പോലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. തൂക്കി നോക്കിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അത് 4 കിലോയോളം കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തിരിമറികൾ നടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ കാലാകാലങ്ങളായി ഇതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് കോടതിയും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ഒന്നും തന്നെ കോടതിക്ക് വിശ്വാസമില്ല. അവരുമായി അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കരുത്, രഹസ്യ സ്വഭാവത്തോടു കൂടി ഇതിൻ്റെ അന്വേഷണം നടത്തണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരനെയാണ് കോടതി ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ശബരിമലയിൽ എല്ലാ സീസണിലും, നേരത്തെ സീസണിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാ മാസവും ആദ്യത്തെ 5 ദിവസം, 1-ാം തീയതി മുതൽ 5 ദിവസം ശബരിമല നട തുറന്നിരിക്കുന്നുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ നിരവധി ഭക്തർ ശബരിമലയിലേക്ക് വരുന്നുണ്ട്. അവരെല്ലാം അയ്യപ്പനെ കാണിക്കയായിട്ട് എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാറുണ്ട്. പണമായി, സ്വർണമായി, വെള്ളിയായും എല്ലാം തന്നെ എന്തെങ്കിലുമെല്ലാം സമർപ്പിക്കുന്നവരുണ്ട്. ആ സമർപ്പിച്ചിരിക്കുന്ന സ്വർണ്ണമെല്ലാം തന്നെ ഒരു ചാക്കിൽ കെട്ടി ഒരു അലക്ഷ്യമായ രീതിയിൽ സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്നതെന്നാണ്. അതിന് കണക്കുകളില്ല. ആഭരണങ്ങളെല്ലാം തന്നെ ഒരു പെട്ടിയിലാക്കി ഇട്ടിരിക്കുന്നു. സ്വർണ്ണ നാണയങ്ങളുണ്ട്. അവയെല്ലാം ഒരു ചാക്കിൽ കെട്ടി
ഇട്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് കെട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ അലക്ഷ്യമായി എല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോഴത്തെ സ്പോൺസറായിട്ട് വിവാദത്തിൽപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പ്രതികരണം പത്രങ്ങളിൽ തന്നെയുണ്ട്. അതായത് ഒന്നും മറയ്ക്കാനില്ല, അന്വേഷണത്തോട് സഹകരിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വാക്കാണ്. ഇനി ഗൾഫ് മാധ്യമത്തിലും മാതൃഭൂമിയിലും ഒന്നാം പേജിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദോഹയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞു നെതന്യാഹു എന്നാണ്. ഖത്തറിനോട് നെതന്യാഹു മാപ്പ് പറഞ്ഞു എന്നാണ് മാതൃഭൂമിയുടെ ഇവിടെ ഒരു ചെറിയ നീളത്തിലുള്ള വാർത്തയാണ് എങ്കിൽ മാധ്യമം അതിന് കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഖത്തറിൻ്റെ തലസ്ഥാനത്തേക്ക് ഒരു മിസൈൽ ആക്രമണം ഇസ്രായേൽ നടത്തുകയും അതിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനുണ്ട് ഖത്തറിൻ്റെ. അവിടെ ഗാസയിലെ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമാധാന ചർച്ചകൾക്ക് ഖത്തറാണ് മധ്യസ്ഥത വഹിക്കുന്നത്. ആ മധ്യസ്ഥ ചർച്ചകൾക്കിടയിലേക്കാണ് അതിനുവേണ്ടി വന്നവർ നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തത്. അത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു. അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ അതിനെ അപലപിച്ചു. ലോകരാഷ്ട്രങ്ങളിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നേരത്തെ തന്നെ പലസ്തീനിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ പേരിൽ തന്നെ അവർ ഒറ്റപ്പെട്ടു തുടങ്ങിയിരുന്നു. നെതന്യാഹുവിനെ ലോക യുദ്ധ കുറ്റവാളിയായി ICC വിധിച്ചിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒറ്റപ്പെടൽ കഴിഞ്ഞ UN-ലടക്കം UN സംസാരിക്കുമ്പോൾ 50-ലേറെ രാജ്യങ്ങളാണ് 100-ലേറെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയി കൂക്കി വിളിച്ചു. ഇതെല്ലാം നേരിട്ട ശേഷമാണ് ഇന്നലെ ട്രംപിനുമായി അമേരിക്കയിലേക്ക് പോകുന്നു. ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗാസയിലെ പാക്കേജ്, ട്രംപിൻ്റെ പാക്കേജ് കേൾക്കാൻ വേണ്ടി, അത് അംഗീകരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അദ്ദേഹം ഖത്തറിനെ വിളിച്ച്, പ്രധാനമന്ത്രിയെ വിളിച്ച് ഖേദം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ മാപ്പ് പറയുന്നത്. അപ്പോൾ ഇത്രയും എന്തുകൊണ്ട് ഈ മാപ്പ് പറയാൻ വൈകി എന്ന ചോദ്യത്തിന് നെതന്യാഹുവിന് കൃത്യമായ മറുപടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏകപക്ഷീയമായി കാര്യങ്ങൾ നടത്തുക എന്നതാണ്. രാഷ്ട്രങ്ങളെല്ലാം അതിനെ ഭയപ്പാടോടുകൂടിയോ അല്ലെങ്കിൽ മാറി നിന്നോ കാണും എന്ന ഒരു ചിന്തയായിരിക്കാം നെതന്യാഹുവിനെ പലപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്നലെ അദ്ദേഹം ഖത്തറിനെ വിളിച്ച് മാപ്പ് പറഞ്ഞിരിക്കുന്നു എന്ന വാർത്ത പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ്. ഗൾഫ് മാധ്യമം നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്വർണത്തിൻ്റെ വില. സ്വർണ്ണവിലയിൽ ഒപ്പം കൂടിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 86,000 കടന്നിരിക്കുന്നു സ്വർണത്തിൻ്റെ വില കഴിഞ്ഞ ദിവസം എന്നാണ്. പക്ഷേ അതിൽ തൊട്ടു താഴെയുള്ള മറ്റൊരു വാർത്തയെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് വെള്ളിയുടെ വിലയും കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. കിലോയ്ക്ക് 1.5 ലക്ഷം രൂപയായി. വെള്ളി 1 കിലോയ്ക്ക് 1.5 ലക്ഷം രൂപയായിരിക്കുന്നു എന്ന വാർത്ത ഇതിൻ്റെ ഒപ്പം തന്നെ താഴെ നൽകിയിട്ടുണ്ട്. സ്വർണത്തിനൊപ്പം 93 രൂപയായിരുന്നു ഗ്രാമിന് ജനുവരിയിൽ എങ്കിൽ ഇപ്പോഴത് ഒരു ഗ്രാമിന് 150 രൂപയിലേക്ക് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഘോഷകാലത്ത് വെള്ളി പാത്രങ്ങളെല്ലാം വാങ്ങുന്ന, വെള്ളി കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങുന്ന ഒരു ശീലം ഇന്ത്യക്കാർക്കുണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ഉണ്ട് ദീപാവലി എല്ലാം വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് വെള്ളിയുടെ വില വീണ്ടും കുത്തനെ ഉയരും എന്നാണ് ആ വാർത്തയിൽ ഉള്ളത്. ഏകദേശം 1.7 ലക്ഷത്തിലേക്ക്, കിലോയ്ക്ക് 1.7 ലക്ഷം എന്ന നിലയിലേക്ക് ഉയരുമെന്നാണ് പ്രവചിക്കുന്നത്. ഈ ഒരു ഇത്രയും വാർത്തകളാണ് ഒന്നാം പേജിലുള്ളത്. മാധ്യമം ഒന്നാം പേജിൽ തന്നെ ട്രംപിൻ്റെ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ട്രംപും നെതന്യാഹുവും കൂടി നിൽക്കുന്ന ഒരു ചെറിയ പടവും നൽകിയിട്ടുണ്ട്. അതായത് ഗസ യുദ്ധം അവസാനിപ്പിക്കാൻ, ഗസ എന്നാണ് മാധ്യമം ഉപയോഗിക്കുക, ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ നിർദ്ദേശങ്ങളുമായി ട്രംപ് എന്നാണ് അവരുടെ ബന്ദിഭോജനത്തിന് വഴിയൊരുക്കാനുള്ള തീരുമാനങ്ങളുണ്ടായാൽ ഇസ്രായേൽ സേന പിൻവാങ്ങാം. ഒപ്പം തന്നെ യുദ്ധശേഷം ഗസയുടെ ഭരണം രാഷ്ട്രീയരഹിത ഫലസ്തീൻ സമിതിക്ക് എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു രാജ്യം എന്ന ആവശ്യത്തെ അംഗീകരിക്കുന്നില്ല ട്രംപിൻ്റെയും 20 ഇന പാക്കേജാണ്. ഈ 20 പോയിൻറ്റുകളുള്ള ഈ പാക്കേജും
ഒരു പലസ്തീൻ രാഷ്ട്രം എന്ന സാധനം അംഗീകരിക്കുന്നില്ല. മാത്രമല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്നത് രാഷ്ട്രീയരഹിത പലസ്തീൻ സമിതിയായിരിക്കും. അതിൻ്റെ തലപ്പത്താരായിരിക്കും എന്ന ചോദ്യം അത് ട്രംപായിരിക്കും. അത് ട്രംപ് ഓൾറെഡി ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ പരസ്യമായി തന്നെ സ്വീകരിക്കുകയും പലസ്തീൻ രാഷ്ട്രത്തിനെതിരെയും നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിന് തലപ്പത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലസ്തീൻ രാഷ്ട്രം എന്നത് സ്വപ്നമായി തന്നെ അവശേഷിക്കും. മാത്രവുമല്ല ഇതിനോടകം തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഭൂരിഭാഗവും ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് ഇദ്ദേഹത്തിൻ്റെ 20 ദിന പാക്കേജിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ്. ഇരുപക്ഷവും ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ വെടിനിർത്തലും യുദ്ധവും അവസാനിക്കുമെന്നാണ് ട്രംപിൻ്റെ അവകാശവാദം. ഇതിനെ ഇസ്രായേൽ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സ്വാഗതം ചെയ്യുക മാത്രമല്ല, ഇരുവരും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തു. നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഒരുമിച്ച് വാർത്താസമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചില നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. 2021 ശേഷം ഒക്ടോബർ 7 ശേഷം തടവിലാക്കിയ 1700 ഗാസക്കാരെ മോചിപ്പിക്കും. അപ്പോൾ ഇതിനൊപ്പം മരിച്ച ബന്ദികളുടെ മൃതദേഹം കൈമാറുന്ന മുറയ്ക്ക് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ മരിച്ച ബന്ദികളുണ്ട്. അവരുടെ മൃതദേഹം കൈമാറുന്ന മുറയ്ക്ക് ഇസ്രായേലും കൊല്ലപ്പെട്ട 15 ഗാസക്കാരുടെ മൃതദേഹം കൈമാറും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവശമുള്ളത് എന്തൊക്കെയാണോ ആരൊക്കെയാണോ ഉള്ളത് ആളുകളെ മോചിപ്പിക്കുക, മൃതദേഹങ്ങൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. പിന്നീട് ഹമാസിന് വേണമെങ്കിൽ ഹമാസിൻ്റെ ആളുകൾക്ക് വേണമെങ്കിൽ പുറത്തേതെങ്കിലും രാഷ്ട്രത്തിൽ അഭയം തേടണമെങ്കിൽ തേടാം. അതിനുവേണ്ട എല്ലാ സഹായവും ചെയ്യും. റെഡ് ക്രസൻറ്റ് വഴിയും അതുപോലെ തന്നെ UN വഴിയും വേണ്ട സഹായവും ഗാസയിലും പലസ്തീനിലുമെല്ലാം ചെയ്യും എന്നൊക്കെയാണ് ഇതിലെ വ്യവസ്ഥകൾ. ഇതിനോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഹമാസ് പറഞ്ഞത് ട്രംപിൻ്റെ ഈ പാക്കേജ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്നായിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുക. എല്ലാ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇതിനെ റീബിൽഡ് ചെയ്യും, ഗാസയെ റീബിൽഡ് ചെയ്യും. അതിനുശേഷം അവിടെ ഭരണം നടത്താൻ പോകുന്നത് അല്ലെങ്കിൽ പലസ്തീനിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോകുന്ന ഒരു അന്താരാഷ്ട്ര സമിതിയായിരിക്കും. ആ സമിതിക്ക് നേതൃത്വം നൽകുക ട്രംപായിരിക്കും. മുൻ UK പ്രസിഡൻറ്റ്, ബ്രിട്ടൻ പ്രസിഡൻറ്റ് ടോണി ബ്ലെയർ അടക്കമുള്ളവർ ഇതിൽ സമിതിയിൽ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് ട്രംപിൻ്റെ 20 പോയിൻറ്റുകളുള്ള 20 ദിന പാക്കേജിൽ ഉള്ളത്. ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരം, ഒരു രാജ്യത്തെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പുറമേ നിന്നുള്ള ഏജൻസിയാണ്. അത് UN പോലുമല്ല നിയന്ത്രിക്കുന്നത്. അത് ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ തലപ്പത്ത്. ഞാൻ തന്നെ കൊണ്ടുവരുന്ന പാക്കേജ് ഞാൻ തന്നെ നയിക്കും അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇതിനോടകം തന്നെ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഇസ്രായേലിന് വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ പാക്കേജ് എന്ന വാദം ഉയർന്നു കഴിഞ്ഞു. ഇനി മാതൃഭൂമിയിലുള്ള 1-ാം പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത TVKയുടെയാണ്. TVK കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഒരു ആദ്യത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. TVK കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മതിയഴകൻ്റെ പേരിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. FIRലെല്ലാം വിജയിയെ പഴിചാരിയിട്ടാണ് ഉള്ളത് എന്നും ഉണ്ട്. മരണസംഖ്യ 41 ഉയർന്ന കാര്യവും വാർത്തയുടെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ വിജയ് കൊലയാളിയാണ് എന്ന രീതിയിൽ ഒരു തമിഴ് പോസ്റ്റർ ഒട്ടിക്കുന്ന ചിത്രവും നൽകിയിരിക്കുന്നു. ഇത് PT രമേശ് മാതൃഭൂമി തന്നെ പകർത്തിയിട്ടുള്ള ചിത്രമാണ്. 39 പേർ ബലി കൊടുത്ത അപ്പാവി മക്കളെ ബലി കൊടുത്ത വിജയ് ഒരു കൊലയാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. തമിഴ്നാട് മാനവർ സംഘം എന്ന പേരിലാണ് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. തമിഴിലുള്ള പോസ്റ്റർ ഒട്ടിക്കുന്ന പടവും ഇതിനൊപ്പം തന്നെ നൽകിയിരിക്കും. ഇനി ഇതിൻ്റെ 2-ാമത്തെ പേജിലേക്ക് അല്ലെങ്കിൽ 3-ാമത്തെ പേജിലേക്കൊക്കെ പോകുമ്പോൾ UAE സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കും. റാസൽ ഖൈമിൽ പറക്കം ടാക്സികൾ വരുന്നു എന്ന വാർത്തയാണ് ഒട്ടുമിക്ക പത്രങ്ങളുടെയും 2-ാം പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാതൃഭൂമിയുടെ 2-ാം പേജിൽ തന്നെ റാസൽ ഖൈമയിലും പറക്കം ടാക്സികൾ എന്ന വാർത്ത. ഇത് മാധ്യമം 3-ാം പേജിൽ നൽകിയിരിക്കുന്നു. റാസൽ ഖൈമയിലേക്ക് പറക്കം ടാക്സികൾ വരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ദുബൈയിൽ ആളില്ല ടാക്സികൾക്ക്
പെർമിറ്റ് നൽകിയത്. ആളില്ല ടാക്സികൾക്ക് പെർമിറ്റ് നൽകി. പിന്നെ ആളില്ല ചരക്ക് വാഹനങ്ങൾക്കും പെർമിറ്റ് നൽകാൻ തീരുമാനിക്കുന്നു. അതിനുള്ള പദ്ധതികളും ആലോചിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പറക്കം ടാക്സികൾ വരുന്നത്. നഗരത്തിൽ വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെടുകയാണ്. പലപ്പോഴും ബ്ലോക്കുകളിൽ കിടക്കുന്നു, സമയമെടുക്കുന്നു യാത്രയ്ക്ക്. അപ്പോൾ അതെല്ലാം ലഘൂകരിക്കാനുള്ള ഒരു പദ്ധതി ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിനു വേണ്ടി റാസൽ ഖൈമ റോഡ്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനോടകം തന്നെ ഒരു കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു. 2027 പകുതിയോടുകൂടി പറക്കം ടാക്സി സർവീസ് ആരംഭിക്കാനാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് റാക്കൽ മർജാൻ ഐലൻഡിലേക്ക് യാത്രാ സമയം 15 മുതൽ 18 മിനിറ്റായി ചുരുങ്ങും. അങ്ങനെ ഈ വാർത്ത മാതൃഭൂമിയും മാധ്യമവും ഗൾഫ് മാധ്യമവും 2-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. സിറാജ് ഈ വാർത്തയ്ക്ക് വേണ്ട പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയില്ല. ഇന്നത്തെ പത്രത്തിൽ ആ ഒരു വാർത്തയില്ല. പകരം സ്വയം നിയന്ത്രിത വാഹനങ്ങളുടെ പ്രവർത്തന മേഖല ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് സിറാജ് നൽകിയിരിക്കുന്നത്. അതേസമയം GCC ഏകീകൃത സന്ദർശക വിസ പരീക്ഷണാർത്ഥം നടപ്പാക്കാൻ തീരുമാനിച്ച വാർത്ത ഒക്ടോബർ മുതൽ നടപ്പിലാക്കുമെന്നത് സിറാജ് 2-ാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം UAE പുതിയ 4 തരം സന്ദർശക വിസ പ്രഖ്യാപിച്ചത് മാതൃഭൂമിയും സിറാജും മാധ്യമവും ഒരുപോലെ തങ്ങളുടെ 2-3 പേജുകളിലായി നൽകിയിട്ടുണ്ട്. ആദ്യം GCC സന്ദർശക വിസയുടെ കാര്യം പറയാം. ഷെൻഗൻ മോഡലിൽ GCC രാജ്യങ്ങളിലെല്ലാം യാത്ര ചെയ്യാൻ ഒറ്റ വിസ. അതാണ് GCC ഏകീകൃത വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാൻഡ് വിസ എന്നാണ് അതിന് പേര് ഇട്ടിരിക്കുന്നത്. ഗ്രാൻഡ് ടൂറിസം വിസ എന്ന പേരിൽ അവതരിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. UAE പുതിയ 4 തരം സന്ദർശക വിസ എന്ന് പറഞ്ഞാൽ AI വിദഗ്ധർ, വിനോദ മേഖലയിലുള്ളവർ എന്നിവർക്കൊക്കെ പ്രത്യേകതരം വിസ നൽകുന്നതാണ് ലക്ഷ്യമിട്ടാണ് ഈ പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. അതായത് നിർമ്മിത ബുദ്ധി മേഖലയിലുള്ളവർക്ക് ഒറ്റ അല്ലെങ്കിൽ ഒന്നിലധികം പ്രവേശനാനുമതി നൽകുന്ന ഒരു പ്രത്യേക കാലയളവിലേക്ക് അനുവദിക്കും. സ്പോൺസറിങ് അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് സ്ഥാപനത്തിനുള്ള കത്ത് ഇതിന് സമർപ്പിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. സന്ദർശക വിസകൾക്കായി വിനോദ ആവശ്യങ്ങൾക്കായി താൽക്കാലികമായി വരുന്ന വിദേശികൾക്ക് സന്ദർശക വിസ അനുവദിക്കും. ഉത്സവം, പ്രദർശനം, സമ്മേളനം, സെമിനാർ അല്ലെങ്കിൽ സാമ്പത്തിക, സാംസ്കാരിക, കായിക, മത, കമ്മ്യൂണിറ്റി, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമാനമായ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഇപ്പോൾ ഒറ്റതരം വിസ മാത്രമാണ് ഉള്ളത്. അതിൽ വന്നിട്ടാണ് എല്ലാവരും ഇതെല്ലാം ചെയ്യുന്നത് എങ്കിൽ ഇനി അത് 4 തരംതിരിച്ചുകൊണ്ട് സന്ദർശക വിസ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് ഉൾപേജിൽ 2-3 പേജുകളിലായി നൽകിയിരിക്കുന്ന സിറാജിലും അതുപോലെ തന്നെ മാധ്യമം, മാതൃഭൂമി പോലുള്ള പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന വാർത്ത. GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ നമ്മൾ നേരത്തെ പറഞ്ഞു, അതെല്ലായിടത്തും കൃത്യമായി തന്നെ ഉൾപേജുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഡിറ്റോറിയൽ പേജിലേക്ക് വരികയാണെങ്കിൽ എഡിറ്റോറിയൽ ഇന്നലെ മാതൃഭൂമി എഴുതിയിരിക്കുന്നത് ഏഷ്യ കപ്പിൽ കപ്പ് ഇന്ത്യൻ ടീമിന് കൈമാറാത്തതും ഹസ്തദാന വിവാദം ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. അതായത് കാലുഷ്യങ്ങൾക്കിടെ ഈ കിരീട നേട്ടം എന്ന പേരിലാണ് മാതൃഭൂമി എഡിറ്റോറിയൽ നൽകിയിരിക്കുന്നത്. അതായത് കളിക്കളത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്താമെങ്കിലും അതായത് അത് കളിക്കളത്തിനുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ ഹസ്തദാനം നൽകിയില്ല. അത് കളിക്കാർക്കിടയിൽ ഉണ്ടാകുന്ന സ്പർദ്ധ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലായ്മയായിട്ട് നമുക്ക് കാണാം. പക്ഷേ അവസാന ദിവസം കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് കപ്പ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആഭ്യന്തരമന്ത്രിയായ ഏഷ്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ മേധാവി കൂടിയായ പാക് ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് സ്വീകരിക്കില്ലെന്ന്, നഖ്വിയിൽ നിന്ന് സ്വീകരിക്കില്ലെന്ന് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് 1 മണിക്കൂറോളം വൈകിപ്പിക്കുന്നു. പിന്നീട് ആ കിരീടവും വിജയിച്ച താരങ്ങൾക്ക് നൽകേണ്ട മെഡലുകളുമായി അദ്ദേഹം മടങ്ങുന്നു. അതൊരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. ഫൈനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാക് ക്യാപ്റ്റൻ രവിശാസ്ത്രിയോട് സംസാരിക്കില്ല എന്ന് പറയുന്നു. തുടർന്ന് വസീം അക്രം അദ്ദേഹത്തോട് സംസാരിക്കുകയും ഇന്ത്യൻ ക്യാപ്റ്റൻ രവിശാസ്ത്രിയോട് സംസാരിക്കുകയും ചെയ്യുന്നു.
അത്തരത്തിലൊരു നിലപാടായിരുന്നു ഫൈനൽ ദിനത്തിൽ പാക് ക്യാപ്റ്റൻ പോലും സ്വീകരിച്ചത്. അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് കപ്പുമായി പാക് ആഭ്യന്തരമന്ത്രി കപ്പ് ഇന്ത്യൻ ടീമിന് കൈമാറേണ്ട പാക് ആഭ്യന്തരമന്ത്രി അതുമായി മടങ്ങി എന്നുള്ളത്. അതിനെ ഒരു കളിയുമായി രാഷ്ട്രീയപരമായി ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ പ്രശ്നങ്ങളുണ്ട്. അത് കളിക്കളത്തിനുള്ള പുറത്തുള്ള പ്രശ്നങ്ങളാണ്. അത് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന ചോദ്യമാണ് ഈ എഡിറ്റോറിയലിൽ മാതൃഭൂമി ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിൽ എടുത്തു പറയുന്നുണ്ട്, അത് ഇന്ത്യൻ ടീം അതിനെ സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചതും സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ല എന്ന വിമർശനം ഉയർന്ന കാര്യവും മാതൃഭൂമി എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ICC ഈ ടൂർണമെൻറ്റിൽ ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും, ആദ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ കളി മുതൽ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരിക്കൽ പോലും ഇടപെടുകയോ അല്ലെങ്കിൽ മൗനം പാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഇത് എത്രത്തോളം ഭൂഷണമാണ്, ആ മൗനവും കുറ്റകരമാണ് എന്നാണ് എഡിറ്റോറിയലിൽ മാതൃഭൂമി പറയുന്നത്. എന്നാൽ ഗൾഫ് മാധ്യമത്തിൻ്റെ എഡിറ്റോറിയലാകട്ടെ മറ്റൊരു വിഷയത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരേ വിഷയത്തിലായിരുന്നുവെങ്കിൽ ഗൾഫ് മാധ്യമം ഇത്തവണ മറ്റൊരു വിഷയത്തിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അത് വംശവെറിയെങ്കിൽ പിന്നെ നരകത്തിലേക്ക് ടിക്കറ്റ് എന്തിന് എന്ന തലക്കെട്ടോടു കൂടിയാണ് ഗൾഫ് മാധ്യമം എഴുതിയിരിക്കുന്നത്. മതമുദ്രകൾ തെരുവിലേക്ക് വലിച്ചിഴക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ആദിത്യനാഥിനെ പോലുള്ളവർ നയിക്കുന്ന BJPയോളം മതമുദ്രകളെ ദുരുപയോഗം ചെയ്ത കൂട്ടർ ഇന്ത്യയിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടിനൊപ്പം തന്നെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഐ ലവ് മുഹമ്മദ് എന്ന ബാനറിന് കീഴെ, അതായത് മുഹമ്മദ് നബിയുടെ ജന്മവാർഷികം ആഘോഷിക്കുന്നതിനായി ഉത്തർപ്രദേശിലെ കാൺപൂരിനടുത്ത് ഉള്ള സ്ഥലമാണ് റാവത്പൂർ. അവിടെ ഒരു കൂട്ടം യുവാക്കൾ ഒരു അനധികൃത സ്ഥലത്ത് ടെൻറ്റ് സ്ഥാപിച്ചായി ചിലർ പോലീസിൽ പരാതിപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഐ ലവ് മുഹമ്മദ് എന്ന ബാനറായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ക്രമസമാധാന പ്രശ്നമാണ് ഇത്. ഈ ഒറ്റപ്പെട്ട സംഭവത്തെ ക്രമസമാധാന പ്രശ്നമായി എടുത്ത് കൈകാര്യം ചെയ്യുന്നതിന് പകരം വംശീയ വിദ്വേഷ മുതലെടുപ്പിനാണ് ഉപാധിയാക്കി മാറ്റുകയായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോപിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള ആ വിഷയം എടുത്തുകൊണ്ടാണ് മാധ്യമം ഇത്തവണ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. ഇത് രാജ്യത്ത് സംഘപരിവാർ ഭരണം പുലർന്നതിനാൽ തന്നെ പിന്നെ മുസ്ലിങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളെക്കുറിച്ചെല്ലാം എടുത്തു പറയുന്നുണ്ട്. വെറുപ്പിൻ്റെ ക്യാമ്പയിൻ മുൻകൈ എടുക്കുന്നത് ആദിത്യനാഥ് തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭരണകൂടമാണ് എന്ന് എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ സ്വപ്നേപ്പി നനയ്ക്കാത്ത കാര്യങ്ങൾക്കാണ് മുസ്ലിങ്ങൾക്കെതിരെ അവർ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നിരന്തരമായി ആരോപിക്കപ്പെട്ടു വരുന്നത് എന്നും ഈ എഡിറ്റോറിയലിൽ മാധ്യമം പറയുന്നു. മാധ്യമത്തിൻ്റെ ഓപ്പൺ പേജിലുള്ളത് പാക് അധീന കശ്മീരിൽ പ്രതിഷേധം കലാപത്തിലേക്ക് എന്നാണ്. പാക് അധീന കശ്മീർ നമുക്കറിയാം, പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അത് ഇപ്പോഴും തർക്ക വിഷയമാണ്. പാകിസ്ഥാൻ്റെ ഷിംല കരാർ അനുസരിച്ച് അന്നത്തെ യുദ്ധം എവിടെയാണോ അവസാനിച്ചത് അവിടെ അതിർ വരച്ചുകൊണ്ട്, ബോർഡർ വരച്ചുകൊണ്ട്, ഇൻ്റർനാഷണൽ ബോർഡറല്ല, നിയന്ത്രണ രേഖ വരച്ചുകൊണ്ട് ബാക്കിയുള്ള സ്ഥലത്തെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്നാണ് നമ്മൾ വിളിക്കുക. പാക് അധീന കാശ്മീരിൽ കഴിഞ്ഞ ദിവസം നടന്ന കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന പ്രതിഷേധം കലാപത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. സൈന്യവുമായി ഏറ്റുമുട്ടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതിൽ 2 പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടു എന്ന കാര്യവും ഈ വാർത്തയിലുണ്ട്. അതിൽ ഏറ്റവും ഇതെന്തിനാണ് ഈ സമരം എന്ന് വെച്ചാൽ 38 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. അതിലൊന്ന് കശ്മീരിൽ നിന്ന് കുടിയേറിയവർക്ക്, അതായത് കശ്മീരിലേക്ക് വന്നിട്ടുള്ള 12 സീറ്റ് കശ്മീർ അസംബ്ലിയിൽ, ഈ പാക് ഒക്കുപ്പൈഡ് അസംബ്ലിയിൽ 12 സീറ്റ് അവർക്കുണ്ട്. അതിനെതിരെയാണ് ഒന്ന്. പിന്നെ വിലക്കയറ്റം നിയന്ത്രിക്കണം, ഒപ്പം ഭക്ഷ്യധാന്യങ്ങൾക്ക് ന്യായമായ സബ്സിഡി നൽകണം, വൈദ്യുതി ചാർജ് കുറയ്ക്കുക തുടങ്ങിയ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് കശ്മീർ അഭയാർത്ഥികൾക്ക് 12 സീറ്റ് അനുവദിച്ചതിനെതിരെ 12 സീറ്റുകൾ അതിനെതിരെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധം എന്നതാണ്. സോനം വാങ്ചുക്കിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വാർത്തകൾ നിറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം
ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ചിരുന്നുവെങ്കിലും ആരും ആ ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. പകരം അവർ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയക്കുകയാണ് ചെയ്തത്. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം, മോചിപ്പിച്ച ശേഷം മാത്രമേ ചർച്ച നടക്കൂ എന്നാണ്. അതായത് സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കുകയും പറഞ്ഞ വാക്കുകൾ പാലിക്കുകയും ചെയ്തതിന് ശേഷം ചർച്ചകൾ ആകാം എന്നതാണ് അവരെടുത്ത് സ്വീകരിച്ച നിലപാട്. ഇനിയും വാർത്തകൾ ഒരുപാടുണ്ട്. ബിഷ്ണോയ് സംഘത്തെ, അതായത് രവി ബിഷ്ണോയ് കാനഡ ആ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു തുടങ്ങിയ വാർത്തകളുണ്ട്. സ്പോർട്സ് പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വനിതാ വേൾഡ് കപ്പ് ആരംഭിക്കുന്നു എന്നതാണ്. അത് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ ശ്രീലങ്കയെ നേരിടും എന്ന വാർത്തയുമുണ്ട്. അത് എല്ലാ പത്രങ്ങളും വേണ്ട രീതിയിൽ തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഇത്രയും ഇനിയും വാർത്തകളുണ്ട്, പക്ഷേ നമുക്ക് സമയം അതിക്രമിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പത്രങ്ങളിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം ആണ് അതിൻ്റെ പിന്നിലുള്ള വിശകലനങ്ങളുമാണ് നടന്നത്. ഇതോടുകൂടി ഇന്നത്തെ ദ പ്രസ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.